ഫാമിലി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്തി തരാം. അതായത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഐറ്റാണ് സീതപ്പഴം. ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് ഇതാണ് സീതപ്പഴത്തിന്റെ ചോട്ടിലാണ് കേട്ടോ. ഇതിലിപ്പോ ആദ്യമായിട്ട് കാ പിടിക്കുകയാണ്. ഇതിപ്പം ഏകദേശം ഇത് കിളിച്ചിട്ട് ഒരു 2 വർഷം ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിൽ കാ പിടിക്കുന്നത്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതിലെ ചെറിയൊരു മരമാണ്. ശരിക്കും മരം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെടി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതിൽ നിറയെ പൂവും നിറയെ കായും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒറ്റൊരെണ്ണെ കണ്ടിട്ടുള്ളായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് നിറയെ ചെറിയ ചെറിയ കായകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ തൈ കൊണ്ട് നട്ടാൽ പോലും ശരിയാവണമെന്നില്ല. ഞാൻ ഇതിന് മുന്നേ എൻ്റെ തൈ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു ഒരു നഴ്സറിയിൽ നിന്ന്. പക്ഷെ കിളിച്ചില്ലായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാവോ? നമ്മളിത് അതായത് തൈ നട്ട് കിളിപ്പിച്ചെടുത്തതല്ല. ഇത് തന്നെ നമ്മൾ കഴിച്ച ഫ്രൂട്ടിന്റെ കുരു വീണ് തന്നെ കിളിച്ചതാ. അത് എവിടെയാ നിക്കുന്നേന്ന് കണ്ടോ? ആ സൈഡിനോട് ചേർന്നാണ്. അത് കാരണം അതിന് വേണ്ടിയിട്ടുള്ള വളമൊക്കെ അതിൽ നിന്ന് തന്നെ വലിച്ചെടുത്തിട്ട് ആണ് ഇതിപ്പോ നിൽക്കുന്നത്. നമ്മൾ നട്ടു കൊടുത്തതല്ല. എന്തായാലും ഇതിൽ നിറയെ ഇപ്രാവശ്യം കാ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പിടിച്ചില്ലായിരുന്നു. ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സീതപ്പഴം പിടിക്കുന്ന ആദ്യമായിട്ടാട്ടോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പൊ ഇവിടെ ചെറിയ ചെറിയ ഇതേണ്ട കുഞ്ഞ് ചെറുതായിട്ടുള്ളത് കാണാം. കണ്ടോ? ഇവിടെയുണ്ട്. പിന്നെ ചില പൂക്കൾ അതിന്റെ പൂ ഇതാണ്. ഇത് പഴുത്തിട്ടില്ല. ഇതിങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്നുള്ളൂ. ഇതിന്റെ എത്ര ടൈം എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പഴുത്ത് വരാൻ. എന്തായാലും ഇപ്പൊ ഇതായിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഇത് എന്തായാലും പഴുക്കട്ടെ. അപ്പം